എല്ലാവർക്കും ടെക്നിക്സ് ഓഫ് മാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് ആണ്. ഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിനകത്തെ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിനകത്തെ ട്രയൽ ബാലൻസ് എന്താണ്. ട്രയൽ ബാലൻസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Cooperative societies are preparing accounts based on the principle of double entry. Cooperative societies accounts prepare ചെയ്യുന്നത് double entry principle base ചെയ്തിട്ടാണ്. The accounting cycle starts from recording from subsidiary books, posting, balancing and preparation of trial balance. Finally, they prepare final accounts. നമ്മുടെ ഈ അക്കൗണ്ടിങ് സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ദെൻ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, പിന്നീട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് സൈക്കിൾ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ട്രയൽ ബാലൻസ് എന്താണ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. ട്രയൽ ബാലൻസ് എന്താണ്? റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. In a primary credit society, trial balance is known as receipt and disbursement statement or R&D statement. ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ട്രയൽ ബാലൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ R&D സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ P&L പ്രിപ്പയർ ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഫൈനൽ അക്കൗണ്ട്സിന് മുൻപ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിപ്റ്റുകളുടെയും പേയ്മെൻറ്റുകളുടെയും ഒരു സമ്മറിയാണ് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ളത്. ഓക്കെ, ഇനി റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോമാറ്റ് നമുക്ക് കാണാം. ഇങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമാറ്റ് വരുന്നത്. ഇതിനൊരു റെസിപ്റ്റ് കോളവുമുണ്ട്, പേയ്മെൻറ്റ് കോളവും. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡ് 31 മാർച്ച് 2011. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് R&D സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും എന്തൊക്കെയാണ് റെസിപ്റ്റ്, ഏതൊക്കെയാണ് പേയ്മെൻറ്റ് എന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഷെയർ ക്യാപിറ്റൽ കളക്റ്റഡ്. ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ റെസിപ്റ്റ് ആണ്. സോ ഇത് റെസിപ്റ്റിൻ്റെ കുളത്തിൽ വരും. ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് ദാറ്റ് ഈസ് പേയ്മെൻറ്റ്. ഡെപ്പോസിറ്റ്സ് കളക്റ്റഡ് ദാറ്റ് ഈസ് റെസിപ്റ്റ്. ഡെപ്പോസിറ്റ് പെയ്ഡ് ദാറ്റ് ഈസ് പേയ്മെൻറ്റ്. ബോറോവിങ്സ് ഫ്രം ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ബോറോവിങ്സ് എടുത്തു, ദാറ്റ് ഈസ് റെസിപ്റ്റ്. ബോറോവിങ്സ് റീപെയ്ഡ് ടു ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ബോറോവിങ്സ് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തി, ദാറ്റ് ഈസ് പേയ്മെൻറ്റ്. ലോൺസ് ടു മെമ്പേഴ്സിന് ലോൺ കൊടുത്തു, അതെന്താണ്? പേയ്മെൻറ്റ്. ലോൺസ് റീപെയ്ഡ് ബൈ മെമ്പേഴ്സ് നമുക്ക് ലോൺ റീപേയ്മെൻറ്റ് നടത്തി, അതെന്താണ്? നമുക്ക് കിട്ടി, തിരിച്ചടച്ച് കിട്ടി, ദാറ്റ് ഈസ് റെസിപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അഡ്വാൻസ് ഡ്യൂ ബൈ ക്രെഡിറ്റർ. അഡ്വാൻസ് ഡ്യൂ ബൈ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് റെസിപ്റ്റ്. അഡ്വാൻസ് ഡ്യൂ ബൈ ഡെപ്റ്റർ ഈസ് പേയ്മെൻറ്റ്. അഡ്വാൻസ് ഡ്യൂ ടു ക്രെഡിറ്റർ ഈസ് റെസിപ്റ്റ്. അഡ്വാൻസ് ഡ്യൂ ടു ഡെപ്റ്റർ ഈസ് പേയ്മെൻറ്റ്. ഓക്കെ, മിസ്സെല്ലേനിയസ് ഇൻകം, അതൊരു ഇൻകമാണ്, റെസിപ്റ്റാണ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂസ്. ഇൻട്രസ്റ്റ് എവിടെ കിട്ടി? ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂസ്, അത് നമ്മളുടെ എന്താണ്? റെസിപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് റിസീവ്ഡ്, എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ റിസീവ്ഡ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടി, അത് നമ്മളുടെ റെസിപ്റ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബാങ്കിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി, അതെന്താണ്? നമ്മളുടെ പേയ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. വിഡ്രോവൽസ് ഫ്രം ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തു, അതെന്താണ്? നമ്മളുടെ റെസിപ്റ്റ് ആണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബാങ്കിലേക്ക് ഫർണിച്ചർ വാങ്ങി, ഫർണിച്ചർ മേടിക്കണമല്ലോ, അതെന്താണ്? പേയ്മെൻ്റ് ആണ്. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കണ്ടിജൻസീസ്.
കുറച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടും കണ്ടിജൻസിന് വേണ്ടിയിട്ടും 90,000 നമ്മൾ സ്പെൻഡ് ചെയ്തു. അതെന്താണ്? പേയ്മെൻ്റ് ആണ്. ഇനി തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ഈ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അതിന് മുൻപ് വരെ നമ്മൾ റെസിപ്റ്റുകളെയും പേയ്മെൻറ്റുകളെയും നമ്മൾ തിരിച്ചെഴുതുന്നു. ഓപ്പണിംഗ് ബാലൻസ് നിൽക്കട്ടെ, അതിന് മുൻപ് വരെ നമ്മൾ റെസിപ്റ്റ്, പേയ്മെൻ്റ് എന്ന് തിരിച്ച് കോളങ്ങളിൽ എഴുതുന്നു. ഓക്കെ, അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ടോട്ടൽ കാണുന്നു. അതായത് നമ്മൾ റെസിപ്റ്റിൻ്റെ കോളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന റെസിപ്റ്റുകളെല്ലാം എഴുതുന്നു, പേയ്മെൻറ്റിൻ്റെ സൈഡിൽ പേയ്മെൻറ്റുകളെല്ലാം എഴുതി, അതിനുശേഷം നമ്മൾ ടോട്ടൽ കാണുന്നു. റെസിപ്റ്റിൻ്റെ ടോട്ടലും പേയ്മെൻറ്റിൻ്റെ ടോട്ടലും കാണുന്നു. ഓക്കെ, ഇത് കണ്ടതിന് ശേഷം നമുക്കപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ടുകൾ കണ്ടല്ലോ. നമ്മൾ ഈ ടോട്ടൽ കണ്ടതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ളതായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്റ്റിൽ എഴുതുക. ടോട്ടൽ കണ്ടതിന് ശേഷം റെസിപ്റ്റിൽ എഴുതുക. എന്നിട്ട് ഗ്രാൻഡ് ടോട്ടൽ കാണുക. റെസിപ്റ്റിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ കാണുക. അത് കണ്ടതിന് ശേഷം റെസിപ്റ്റിലെ ഗ്രാൻഡ് ടോട്ടലിൽ നിന്നും പേയ്മെൻറ്റിലെ ടോട്ടൽ കുറയ്ക്കുമ്പം നമുക്ക് അവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അത് ബാലൻസിങ് ഫിഗർ ആണ്, ക്ലോസിംഗ് ബാലൻസ് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ കാണുക. അപ്പം നമ്മളുടെ R&D സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറും? ടാലിയായി മാറും. ഇത്രയേ ഉള്ളൂ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ R&D സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടായി ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ, ക്ലാസ്സുകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.